പരാജയത്തെക്കുറിച്ച് എന്തോ ജനാധിപത്യ സംവിധാനത്തിൽ പരാജയത്തെ പരാജയമായി തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ് മാന്യത എന്ന് പറഞ്ഞത്, രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. തോൽവി അംഗീകരിക്കുന്നു. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? തോൽവി അംഗീകരിക്കുന്നു. വലിയ വ്യത്യാസമില്ല, 3000 വോട്ടിന്റെ വ്യത്യാസമാണ് ഉള്ളത്. എന്താ അങ്ങനെ ഉണ്ടായെന്ന് സംബന്ധിച്ചിടത്തോളം വിശദമായി പാർട്ടി പരിശോധിക്കും. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനോഹരം, ഗംഭീരം. ഞാനും പരിശോധിക്കും. തോൽവി താങ്കൾ പ്രതീക്ഷിച്ചിരുന്നതല്ല. തോൽവി പ്രതീക്ഷിച്ചിരുന്നതല്ല, അതുകൊണ്ടാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോൾ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അതിന്റെ കാരണങ്ങളെ സംബന്ധിച്ചും പരിശോധിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മുന്നിലുള്ളത്. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. പരമ്പരാഗതമായി താങ്കൾക്ക് കിട്ടിയിരുന്ന വോട്ടുകളിൽ ഒരു UDF സ്ഥാനാർത്ഥി വോട്ട് വന്നപ്പോൾ ഒരു വിള്ളലുണ്ടാക്കുന്ന അതൊന്നും വന്നിട്ടില്ല. UDF സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യം UDF സ്ഥാനാർത്ഥി മുരളീധരൻ പിടിച്ച് അത്രയും വോട്ട് പിടിച്ചില്ലല്ലോ. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു, കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. എന്തെങ്കിലും ഒരു ധാരണ അവർക്കിടയിൽ? അങ്ങനെയൊന്നുമില്ല. ധാരണയൊന്നും ഇല്ല. എന്തായാലും പാർട്ടി വിശദമായി പരിശോധിക്കും. അതാണ് എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതെ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചു. തോൽവി അപ്രതീക്ഷിതമായിരുന്നു. UDFും BJPയും തമ്മിൽ ധാരണയുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊന്നും ഉന്നയിക്കുന്നില്ല. പാർട്ടി വിശദമായി പരിശോധിക്കും എന്നാണ് നേമത്തെ സ്ഥാനാർത്ഥിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മന്ത്രിയുമായ V. ശിവൻകുട്ടി റിപ്പോർട്ടറിനോട് പ്രതികരിച്ചത്. അയാൾ നമ്മൾ വിചാരിച്ച ഒരു കച്ചവടക്കാരനല്ല. വെരി നൈസ് ഫെലോ. അങ്ങനെ ഒന്നും ഞാനും ആലോചിക്കാതിരുന്നില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ